കോനെ നിന്റെ തന്ത. ആ നീ ഇതെപ്പോ എവിടെ വരുന്നു? സ്വർഗത്തിൽ നിന്ന് വന്ന് വാരം ഉറക്കടാ. നിന്റെ പൊണ്ടാട്ടി ഇവിടെ വന്ന് വായി തോന്നിയതൊക്കെ പറഞ്ഞു. ഒരു കാലത്ത് കിടക്കാനൊരു ഇടം തന്ന സ്ത്രീയായോണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. നീ ചവിട്ടി അവളുടെ തേവിടിച്ചാൻ വിഷം കൊടുത്ത് കൊല്ലും. മിടുക്കൻ. പാല് എന്ന കയ്യ അങ്ങനെ തന്നെ ചെയ്യണം. अपन का भाई है वर्गीस भाई बेचारी है साली. മലബാറിലൊരു വീട്ടിൽ വേലക്കൊക്കെ ആയിരുന്നു പാവം. അവിടെ നിന്ന് പിണങ്ങി പോന്ന വീട്ടി സ്റ്റേഷനിൽ വെച്ച് ഭാഗ്യത്തിന് എന്റെ കയ്യിൽ തന്നെ വന്ന് പെട്ടു. കന്നഡക്കാരിയാ. തോടാ തോടാ ഹിന്ദി भी मालूम. नाम बताओ बताओ. गीता. गीता हमारी बहन जैसी है ना, तो कुछ करना पड़ेगा इसलिए इधर लाया. किसलिए? പൊരിച്ചു തിന്നാൻ. 2 ദിവസം കൂടെ കൂടട്ടോ, ഞാൻ മെരുക്കെടുത്തോളാം. അതൊക്കെ എന്റെ മറ്റവളുടെ വീട്ടിൽ മതി. എന്റെ മുറി ഇതൊന്നും പറ്റില്ല. എടാ വീണ് കിട്ടിയൊരു നിധിയാ. ഇത് തമിഴത്തി താടക കൊണ്ട് കൊടുക്കണോ? എനിക്കൊരു സെറ്റപ്പ് വേണ്ടേ, അതിനാ. 2 ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. 2 പകല് കൊണ്ട് ഞാൻ വളച്ചൊടിച്ച് കുപ്പിയിലായിക്കോളാം. എത്ര നാളെന്ന് വെച്ചാ ആ തമിഴത്തി താടകയുടെ നായനെ പോലെ ഞാനൊന്ന് രക്ഷപ്പെടട്ടടാ. गीता तू अंदर जाओ. पटले सुनो, तुम एक बड़ी जाल में फंसी है. പറട്ടെ വിഷം തെണ്ടിത്തരം കാണിക്കരുത്. എന്റെ കൊഞ്ഞിന് നീ മൊണ്ടിട്ടോ പന്നി. आपस में क्यों लड़ते हो? तू फिक्र मत कर, मैं तुझे ऐसी नहीं छोड़ूंगा. यकीन करो, अगर कुछ गड़बड़ है तो तुझे मैं शादी कर लूंगा और बड़े प्यार से पालूंगा. ഈശ്വരൻ എന്നൊരാൾ മുകളിലുണ്ട്. നീ പോടാ. നന്ദി വേണടാ നന്ദി. ഞാൻ രാക്കമ്മയുടെ ഏജന്റായ കാശ് കൊണ്ടാടാ നീ പണ്ട് വിശപ്പടക്കിയത്. ഈ തടിയുണ്ടല്ലോ, ഇതിൽ പകുതി ഞാൻ പെണ്ണു വെച്ചുണ്ടാക്കിയതാടാ. ഇപ്പൊ നീ പുണ്യാളൻ. എനിക്ക് വേണ്ടതാ നിന്റെ സഹായം. ഗൗമത് तेरा देखभाल मैं करूंगा. चलो ജോണി, പോടാ. ജോണി ये ले. और ये रोशन साहब फ्रेश माल लेना और 500. अबे चुप, पूरा दिया है. ज्यादा लफड़ा करेगा ना तो जिंदा वापस नहीं जाएगा. और रोशन साहब ऐसे वाली सैकड़ों और लाऊंगा ना. अबे चल जा उठ साहब. हाँ बेटी क्यों डरती है? तेरे को यहाँ कोई तकलीफ नहीं होगी. എന്താ എന്താ മമ്മി? डरती है. काहे के लिए? ये बहुत अच्छा लेडीज हॉस्टल है. जब रहने का बंदोबस्त होगा तब तुझे ले जाऊंगा. दूसरे दिन हमारी शादी, ठीक है? मम्मी ये मेरी जान है, इसे तुम्हारी हाथ में देता हूँ. अच्छी तरह संभालना. मैं इसे रानी जैसी संभालूंगी. हाँ. अंदर आ बेटी. चलो. ആ കൊണ്ടുപോയി ലക്ഷങ്ങൾ ഉണ്ടാക്ക്. കഷ്ടപ്പെട്ടവന് വെറും നക്കാപ്പിച്ച. अच्छा अच्छा. இல்லடா நன்றி கட்ட நாயே. ஏண்டா எனக்கே துரோகம் பண்ணிட்டியா? உனக்கு சோறு போட்டு வளர்த்தேன், ஏன் பாயில படுக்க வச்சேன். ஏண்டா என் நெஞ்சிலே குத்திட்டியாடா பாவி. சொல்றது கேளு. அந்த யாரோ ஒருத்தர் கொண்டுட்டு அதுக்காக போலீஸ் நம்ம விஷத்தையும் ஜப்பாரையும் புடிச்சிட்டு போய் தெரிஞ்சு நான் 2 நாளைக்கு முங்கிட்டேன். ஏன் தேடி நான் காப்பாத்த வேண்டாமா? எனக்கு தெரியும்டா தெரியும். நாளைக்கு நீ என்ன விட்டுட்டு ஓடி போயிருவ. உனக்கு உன்னை காப்பாத்திக்க தான் தெரியும். ஆனா நீ நிம்மதியா வாழவே முடியாது. நாசமா போய்டுவா நீ. தப்பா புரிஞ்சுக்கீங்க. டேய் நீ புதுசா ஒரு பொண்ணோட ஊர் சுத்துறது எனக்கு தெரியும்டா. அது வந்து அக்கா அது என்னோட ஃப்ரெண்டோட அக்கா. இது வச்சுக்கோ. எங்கடா அவ? ஏய் எங்கடா அவ? அன்னைக்கு தப்பிச்சு போயிட்டேன். வித்துட்டேன்னு சொல்றா. அக்கா அந்த நிச்சயம் பணம் தானே இது? டேய்
எங்கிட்ட கொண்டு வந்து விடாம வேற எவங்கிட்டயே கொண்டு போய் விட்டுட்டியாடா பாவி சண்டாளா பேமானி நீ நல்லா இருப்பியா എന്നെ കൈവച്ച കൊന്നുകളെ ഞാൻ டேய் பேமானி டேய் கட்டையில போறவன பொறுக்கி டேய் रोक 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 अरे मरना है क्या? साला बेईमान ജോണി വാ ജോണി ഞാൻ പറഞ്ഞ വാ ഒന്ന് വണ്ടി കയറാം പിടിക്കരുത് വണ്ടി കയറാൻ തുടരുത്. എനിക്ക് നീയും വേണ്ട, ജോണി വേണ്ട. കുസ്തി പിടിക്കരുത് വേണ്ട. ഞാൻ ഇടിച്ച് മടക്കി നിന്നെ കൊണ്ടുപോകും വണ്ടി കയറാൻ വിടാതെ. വണ്ടി കയറാൻ നിനക്കൊരു കാര്യം പറയാനുണ്ട് നിന്റെ അടുത്ത് വണ്ടി കയറാൻ വിട്. വിശ്വം. കളിക്കരുത്. ഇറങ്ങാം അവിടെ. ഇറങ്ങല്ലേ ആ എത്ര കുപ്പി കയറ്റി എനിക്ക് ഇഷ്ടമുള്ളതോ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും. നീ ആരാ ചോദിക്കാൻ? നിന്റെ അപ്പൻ ഇന്നലെ കൊണ്ടുവന്ന കന്നഡ പെങ്ങളെന്തേ ആ അതല്ല പാട്ടിന് പോയി. എങ്ങോട്ട് അത് തോന്നിയിടത്തേക്ക്. നിനക്ക് സമാനമല്ലോ. ഞാന് അത് തമിഴത്തി താടയുടെ കാലത്ത് തന്നെ കഴിഞ്ഞോളാം. എന്താ വണ്ടി നിർത്തി ഇറങ്ങി പോണോ? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. അത് നീ കേൾക്കണം, കേട്ടേ പറ്റൂ. ഇടാ നമുക്ക് ബോംബെ വിടാം. ബോംബെ വിടാം. എന്നിട്ട് ഈ നാട്ടിലെവിടെയെങ്കിലും പോവാം. നമ്മളെ അറിയാത്ത മനോഹരമായൊരു നാട്ടിൽ. എന്നിട്ട് പണിയെടുത്ത് മനുഷ്യന്മാരെ പോലെ ജീവിക്കണം. എല്ലാവരും നമ്മളെ സ്നേഹിക്കണം, നമ്മളും എല്ലാവരെയും സ്നേഹിക്കണം. എന്ത് രസമായിരിക്കും ആ ജീവിതം. നീ ഒന്ന് ഓർത്ത് നോക്കിയേ. നിനക്കൊരു കുടുംബം, കുട്ടികൾ. എനിക്കതുപോലെ തന്നെ ഒരു ഭാര്യ, കുട്ടികൾ, ബന്ധക്കാരും കൂട്ടുകാരൊക്കെ ആയിട്ട് അല്ലേ? നീ വണ്ടി വിട്. ഒരു മറ്റേടത്ത് വേദാന്തം. चलो चलो मुझे जल्दी जाना है. ये गाड़ी नहीं जाएगी. अरे चलना, जितना पैसा चाहिए ले लो. ये गाड़ी नहीं जाएगी. ഇവന് പറഞ്ഞ മനസ്സിലായില്ലേ? പോലീസ് ജീവൻ വേണമെങ്കിൽ വണ്ടി എടുക്കടാ. അനങ്ങിയ കഴുത്തി വണ്ടി എടുക്കും. വേഗം പോട്ടെ. ചലോ വേഗം പോട്ടെ. പോലീസ് വിശ്വം വിട്. വിശ്വം പോരെ. വിശ്വം കൊല്ലല്ലേ കൊല്ലല്ലേ കൊല്ലല്ലേ. किसने मारा इसको? कौन हो भाई तुम? अरे क्या हुआ? क्या हुआ तुम्हें? किसने मारा तो क्या? बोलो. हम एक काम करेंगे, हॉस्पिटल ले जाओ. हाँ चलो चलो ले चलो. अरे पकड़ो. अरे ये तो मर गया.
പ്രിയമുള്ള ഏട്ടന്, 2 മാസമായി ഏട്ടൻ്റെ കത്ത് കിട്ടാത്തതിൽ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരും. ഏട്ടൻ്റെ ബുദ്ധിമുട്ടിനിടയ്ക്ക് ഇങ്ങോട്ട് പണം അയക്കേണ്ട, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. ഇവിടെ എനിക്കും സുമേട്ടത്തിക്കും രാജിക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാം സുഖം തന്നെ. രാജി നന്നായി പഠിക്കുന്നുണ്ട്. ഏട്ടനെ കാണാത്ത വിഷമമല്ലാതെ മുത്തശ്ശിക്കും മുത്തശ്ശനും വേറെ അസുഖങ്ങളൊന്നുമില്ല. വിസയ്ക്ക് പണം വാങ്ങി പറ്റിച്ചവരെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? പുതിയൊരു വിസ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നത് എന്തായി? വിസ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു വന്നൂടെ? ഇവിടെ കടക്കാരുടെ ശല്യം സഹിക്കാൻ വയ്യാതായിട്ടുണ്ട്. ഏട്ടൻ തിരിച്ചു വന്നവരോട് കാര്യങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കില്ലേ? നമുക്കിവിടെ ഉള്ള ജോലി ചെയ്ത് ജീവിക്കാം. സ്ഥിരമായൊരു വിലാസം അയച്ചു തരണം. സ്നേഹത്തോടെ സ്വന്തം അനുജത്തി ഭാനു. ഏട്ടന് ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. നമ്മുടെ സ്ഥലം ജപ്തി ചെയ്യാൻ നോട്ടീസ് കിട്ടി. നമ്മുടെ അമ്മയും അച്ഛനും കിടക്കുന്ന ആ മണ്ണ് നഷ്ടപ്പെടരുതെന്നുണ്ടായിരുന്നു. സൊസൈറ്റിയിലെ കടം അങ്ങനെ വീടും. ഏട്ടനുണ്ടാക്കിയ മറ്റു കടങ്ങൾ എങ്ങനെ വീട്ടും? ഞങ്ങൾ 3 പേരും വിചാരിച്ചാൽ അത് എളുപ്പം വീട്ടാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നാൽ ആ കടങ്ങളും വീട്ടിയിട്ട് ഞങ്ങൾ 3 പേരും കുറച്ച് വിഷം വാങ്ങി കഴിക്കും. ഏട്ടന് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഭാനു. ഇറങ്ങേ, നാളെ കാണില്ലേ? കൊച്ചുമുതലാളി കാഴ്ച കാണുക. ബസ് കണ്ടിട്ടില്ലേ? ഇല്ല. എന്തേ? രാജി ഒന്ന് നിന്നേ. രാജി സ്കൂളിൽ പോയിട്ട് വരിക? കണ്ടിട്ട് എന്താ തോന്നണേ? കണ്ടിട്ട് പലതും തോന്നണുണ്ട്. പോണ്ടെങ്കി പോ. ആ ബസ്സിലെ കിളി ചലിച്ചപ്പോ ചിരിക്കണുണ്ടല്ലോ. എന്നെ കണ്ടാ മാത്രം മുഖം ഒരു കൊട്ട. ദേ, എന്റെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട. ചിക്കൻ പാട് നോക്കി പോ. പെണ്ണെന്തിനാ ചൂടാവണേ? സൈക്കിളിൽ കയറിയിട്ടുണ്ടോ? എന്താ പേടിയുണ്ടോ? ദേ ഇവിടെ കയറി ഇരുന്നാ മതി. നമുക്ക് ഈ വരുമ്പത്തൂടെ ഇങ്ങനെ പാട്ടൊക്കെ. ഈ കത്തി നാളെ തന്നെ തരാൻ പറയണം. കടയിൽ അത്യാവശ്യമുള്ളതാ. മേടിക്ക്. എന്തേ തരണ്ട? എനിക്ക് പോണം, കടയിൽ ആളില്ല. നിക്ക് തണ്ണിച്ച സ്കൂളിൽ പോണ കുട്ടികളുടെ അടുത്താണോ കത്തി കാച്ചണത്? അത് ബാനു രാജിയെ കണ്ടപ്പോ അവിടം വരെ വരണ്ടല്ലോ എന്ന് കരുതി. അത് അയ്യോ, പഠിക്കാൻ പോണ കുട്ടികളുടെ പിന്നാലെ പഞ്ചാരടിയും കൊണ്ട് വന്നാണ്ടല്ലോ, ചവിട്ടി നിന്റെ വാരില് ഞാൻ ഒടിക്കും. പിടിപൊടി തല തെറിച്ചോളെ. ആ ചക്കൻ പിന്നാലെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ചെക്കന്മാര് ചക്രവർത്താനം പറഞ്ഞ് വരുമ്പോ പെടക്കോഴി പതുകണ പോലെ പതുക്കി കൊടുക്കും. എന്നിട്ട് ഞാനെന്ത് ചെയ്യാനാ? ഒറ്റ വീക്ക് വെക്കാണ്ടല്ലോ. പൊട്ടും തൊട്ട് പൂവും ചൂടി ഇളിച്ചു കാട്ടി നടന്നോ ശാവം. നിന്നെ ഞാൻ കണ്ടോളാടി. പോടാ. എന്തേടി പൊട്ടം കടിച്ച പോലെ? ഇന്ന് കരിങ്കാലി കിളക്കുള്ള ദിവസം. എന്താ? എന്റെ സുമേച്ചി, ഇവിടെ വളപ്പിലെ തോമസിന്റെ സണ്ണിച്ചല്ലേ, അവൻ എന്റെ പിന്നാലെ വന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞു. ഞാനൊന്നും മിണ്ടാൻ പോയില്ല. അപ്പളെ പൊട്ടി വീണ പോലെ കരിങ്കാലി ഒരൊറ്റ ചവിട്ടാ ആ ചെക്കന് സൈക്കിളിൽ കൂടി ദാ കിടക്കുന്ന പാടത്ത്. ഈശ്വര, അതൊരു പോങ്ങൻ. ഒരു ചീത്ത പോലും പറഞ്ഞില്ല. പിന്നെ എന്റെ നേരെ ഒരു ചാട്ട വെട്ടുകത്തിയും കൊണ്ട് ഞാൻ മാറിക്കളഞ്ഞു. സുമേച്ചിക്ക് ചിരി. ഇനി നസ്രാണികളൊക്കെ പടകൂടി വഴക്കിന് വരുമെന്ന പേടി. അല്ലെങ്കിൽ തന്നെ ലോകത്തുള്ളവരെ മുഴുവൻ ശത്രുക്കളാക്കിയിട്ടുണ്ട്. ഈ ഭാനുവച്ചിക്ക് വല്ല കുഴപ്പമുണ്ടോ ചേച്ചി? എന്ത് കുഴപ്പം? വല്ല ആൺകുട്ടി ആവണുണ്ടാവോ? അവള് വരണ്ട്. മോൾ ഉറങ്ങിയ സുമേച്ചി? ഉറങ്ങി. സുമേച്ചി, ഇത്തിരി വെള്ളം തന്നേടി. നീ ഇത് എപ്പോ പോയതാടി?